നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡാറ്റ്സൺ റെഡിഗോ കാറിനകത്ത് കമ്പനി വരുന്ന സ്റ്റീരിയോയിൽ സ്പീക്കർ ആഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ റെഡിഗോയിൽ വരുന്നത് ഫ്രണ്ടിലെ 2 ഡോറിൽ 2 സ്പീക്കറാണ് കമ്പനി എല്ലാ മോഡൽസിലും ഇറക്കിയിട്ടുള്ളത്. സ്റ്റീരിയോ ആദ്യം വന്ന മോഡലുകളിൽ ഉള്ള സ്റ്റീരിയോയ്ക്ക് ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാത്തൊരു സ്റ്റീരിയോ ആയിരുന്നു. അതിനുശേഷം ഒരു 2018-19 മുതലൊക്കെ വന്ന മോഡലിനകത്ത് സ്റ്റീരിയോ മാറ്റി ഒരു ബ്ലൂടൂത്ത് ഉള്ള മോഡൽ സ്റ്റീരിയോ ആണ് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ബാക്കിലേക്ക് സ്പീക്കർ കൊടുക്കാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഇല്ലായിരുന്നു. 2 സ്പീക്കർ മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് സോണിയുടെ സ്പീക്കർ ബാക്കിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്കതിപ്പോൾ 2 രീതിയിലാണ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഒന്ന്, നമുക്കിപ്പോൾ ഫ്രണ്ടിലെ 2 ഡോറിൽ വരുന്ന കണക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അവിടെ നിന്നൊരു വയർ കട്ട് ചെയ്തോ സ്ലീവ് കളഞ്ഞോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആ കണക്ഷൻ തന്നെ പുറകിലേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ആ രീതി ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീരിയോയുടെ ബാക്കിൽ നിന്ന് തന്നെ 4 ചാനലിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്യുന്നതും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡോറിൽ നിന്ന് എടുക്കുന്ന കണക്ഷൻ കാണിക്കാം. ഡോറിൽ നിന്ന് എടുക്കുന്ന കണക്ഷൻ വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് സ്റ്റീരിയോ, ഇത് ആദ്യത്തെ മോഡൽ സ്റ്റീരിയോ ആണ്. സ്പീക്കർ ആഡ് ചെയ്തേക്കുന്നത് സോണിയുടെ കൂടിയ സ്പീക്കറാണ്. നമ്മളതിനകത്തൊരു ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ ഈ മോഡലിന് വരുന്നില്ല. റെഡിഗോയുടെ ഒരു മോഡലിനും പാഴ്സൽ ട്രേ വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നല്ലേ നമുക്ക് ഇതുപോലെ പാഴ്സൽ ട്രേയിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പീക്കർ ബോക്സുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 500 രൂപയിൽ താഴെ വില വരുന്ന ചെറിയ ബോക്സുകൾ മുതൽ പല അളവിലുള്ള ബോക്സുകളുണ്ട്. 2 ബോക്സിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബോക്സിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കണക്ടർ, നമുക്ക് സീറ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിൻ്റെ ഒരു കണക്ടർ എടുത്തിട്ട് നമ്മളൊരു കപ്ലിങ് ഉള്ള മോഡലാണ്. കണക്ടർ നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കണക്ടർ ഇട്ടിട്ടാണ് ബാക്കിൽ സ്പീക്കർ വെക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. കണക്ടർ നമുക്ക് റിമൂവ് ചെയ്യുന്നതെല്ലാം കാണിക്കാം. അപ്പോൾ അത് ബോർഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ആ ഒട്ടീരിൻ്റെ ലെവലിൽ നിർത്താൻ പറ്റും. അതിനുശേഷം കണക്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോക്ക് അബ്സോർബറിൻ്റെ സൈഡിൽ കൂടി ആ ഒരു ഇതിനുള്ളിലൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം അതിൻ്റെ വയർ. ഇങ്ങനെയാണ് നമ്മളതിന് കണക്ടർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റിമൂവ് ചെയ്യാവുന്നൊരു ടൈപ്പ് കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോർഡ് അഴിച്ചു മാറ്റേണ്ട സാഹചര്യത്തിൽ നമുക്ക് അവിടുന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, 2 പ്രസ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാനും എളുപ്പമാണ്. അത് സിംഗിൾ സൈഡേ കണക്റ്റ് ആവുള്ളൂ, ഓപ്പോസിറ്റ് സൈഡിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണക്ഷൻ മാറിപ്പോകുമെന്ന് പേടിക്കുകയൊന്നും വേണ്ട, കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള കണക്ടറുകളെല്ലാം നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഓൺലൈനിലും കണ്ടേക്കും. നമ്മളെന്തായാലും ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് കണക്ടർ നോക്കിയെടുത്തത്. ഈ ടൈപ്പോ അല്ലെങ്കിൽ വേറെ റൗണ്ട് പിന്നുള്ള ടൈപ്പോ ഒക്കെ കണക്ടറുണ്ട്. ഏതെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന മോഡൽ വെക്കുക, കണക്ട് ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് സ്റ്റീരിയോ ചെയ്യുന്ന മോഡലിന് ഇങ്ങനെ ചെയ്യേണ്ട പ്രശ്നമില്ല. അതിനകത്ത് പുറത്തുനിന്നുള്ള സ്റ്റീരിയോ ചെയ്യുമ്പോൾ തന്നെ അവർ അതിനുള്ള പോയിൻ്റ് ആഡ് ചെയ്താണ് നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷേ കമ്പനി സ്റ്റീരിയോയ്ക്ക് മാത്രമാണ് ഈ രീതിയിലൊരു പ്രശ്നമുള്ളൂ. നമ്മളതിൻ്റെ പുറകിലെ കണക്ടർ അഴിക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. പുറകിലെ കണക്ടറിൻ്റെ ഉള്ളിലും നമുക്ക് 4 ചാനലായിട്ട് കണക്ഷൻ വരുന്നില്ല. 2 ചാനലിലേക്കുള്ള കണക്ഷനാണ് നിലവിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഈ ഡോറിൻ്റെ സൈഡിൽ നമുക്ക് കാണിക്കാം. ഡോറിൻ്റെ സൈഡിൽ ഇത് അവിടെ നിന്നാണ് അതിൻ്റെ കണക്ടർ സ്പീക്കറിലേക്ക് പോകുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണാം, ഡോറിലേക്ക് ആ ഒരു കണക്ടറിനുള്ളിൽ കൂടിയാണ് സ്പീക്കറിലേക്കുള്ള വയർ പോകുന്നത്. ഇത് ആ ഭാഗത്തായിട്ട് ഒരു കവറുണ്ട്. ആ കവർ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന കണക്ഷൻസ് നോക്കിയെടുക്കാൻ സാധിക്കും. അത് നോക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നമുക്കത് ഓട്ടോമൊബൈൽസിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ എളുപ്പത്തിൽ ചെയ്തു തരും. പക്ഷേ നമ്മൾ 1-2 ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ രീതിയിൽ സ്പീക്കർ
ഫ്രണ്ടിൽ സ്പീക്കറിൽ നിന്ന് ജോയിൻ ചെയ്ത് ബാക്കിലേക്ക് എടുക്കുന്ന ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് സ്റ്റീരിയോയുടെ ബാക്കിൽ നിന്ന് എടുക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല, അവരങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1-2 ഷോപ്പിൽ ചോദിച്ചു. അപ്പോൾ നമ്മൾ തന്നെ നോക്കി, യൂട്യൂബിലെല്ലാം കുറേ നോക്കിയെങ്കിലും നമുക്ക് അതിന് കറക്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത്തെ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഈ രീതിയിൽ കൊടുത്തു, രണ്ടാമത് സ്റ്റീരിയോയുടെ ബാക്കിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലിയറായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. നമ്മൾ പയനിയറിൻ്റെ സ്പീക്കറാണ് ബാക്കിൽ ആഡ് ചെയ്തത്. ഇതിപ്പോൾ സോണിയുടെ സ്പീക്കർ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നത്. നമുക്ക് സൗണ്ട് ഇപ്പോൾ ഇട്ട് കേൾപ്പിക്കാനായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ സൗണ്ട് ഇടുന്നില്ല. പക്ഷേ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയുമാണ് ഈ രീതിയിൽ ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്. നമ്മളതിൻ്റെ കവർ ജസ്റ്റ് അഴിച്ച് കാണിക്കുന്നില്ല. അത് ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഈ രീതിയിലാണ് നമുക്ക് മാക്സിമം ചെയ്തു തരാറുള്ളത്. നമുക്ക് രണ്ടാമത്തെ രീതി നമുക്കത് ഓഡിയോ സ്റ്റീരിയോ അഴിച്ച് നമുക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഇതിനകത്ത് ഡയറ്റ്സൻ്റെ സ്റ്റീരിയോ അഴിക്കാനും അതിൻ്റെ കണക്ടറുകൾ അഴിക്കാനും ഒക്കെ നോക്കുമ്പോൾ പരമാവധി നമ്മുടെ കയ്യിൽ സ്റ്റാറിൻ്റെയും മൈനസിൻ്റെയും സ്ക്രൂ ഡ്രൈവറും കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ആണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്, കൂടുതലും ഫ്ലവർ ടൈപ്പാണ്. അപ്പോൾ ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ കൈവശമുള്ള സമയത്തായിരിക്കണം നമ്മളിത് അഴിക്കാനായിട്ട് എടുക്കേണ്ടത്. സ്റ്റാറിൻ്റെയും മൈനസിൻ്റെയും നമുക്ക് ആവശ്യമുണ്ട്. സ്റ്റാർ അധികം ആവശ്യം വരുന്നില്ല, മൈനസ് നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ ഫ്ലവർ ടൈപ്പാണ് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നത്. ഇപ്പോൾ 10,000 മാത്രം ഓടിയിട്ടുള്ള ഒരു കാറിലെ സ്റ്റീരിയോ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു രണ്ടാമത്തെ മോഡൽ നോക്കാം. ഇതിൻ്റെ പുതിയ മോഡൽ സ്റ്റീരിയോ വരുന്നത്, ഇത് ബ്ലൂടൂത്ത് ഇല്ലാത്ത മോഡൽ സ്റ്റീരിയോ. ഇനി നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് ഉള്ള മോഡൽ സ്റ്റീരിയോ വന്ന കാറുകളുണ്ട്, ഡാറ്റ്സൺ റെഡിഗോ. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. ഇതാണ് അതിന് ശേഷം വന്ന മോഡൽ, ബ്ലൂടൂത്ത് ഉള്ള മോഡൽ സ്റ്റീരിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ കവർ ആദ്യം ഊരി ബാക്കിൽ നിന്നുള്ള കണക്ഷനാണ്. ഈ ഗ്യാപ്പിലിട്ട് മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച ഗ്യാപ്പിൽ നൈസായിട്ട് തിക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോരും. അധികം ബലം കൊടുക്കാതെ പോന്നം. അതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പാണുള്ളത്, ആ ക്ലിപ്പ് പൊട്ടിപ്പോകാതെ എടുക്കണം. അതേപോലെ തന്നെ ഈ കവറിലാണ് സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ ഒരു കണക്ടറിൻ്റെ കൂട്ടത്തിലാണ്. നമ്മളത് ഊരി എടുത്തു കഴിയുമ്പോൾ വയർ പോകാതെ നോക്കണം. ആ ഒരു കാണുന്ന വയറാണ് അതിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് വരുന്നത്. അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഊരാൻ പറ്റും. നഖം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ ഊരിയെടുക്കാം. ഇനി ഈ സ്റ്റീരിയോയുടെ 2 സൈഡിലും കാണുന്ന ഫ്ലവർ ടൈപ്പ് സ്ക്രൂ കണ്ടോ, ആ 2 ടൈപ്പ്, ആ 2 ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ പുറത്തേക്ക് വലിച്ചെടുക്കാം. പുറത്തേക്ക് വലിച്ചാൽ മതി. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന കണക്ടർ ഇങ്ങനെയാണ്. അപ്പോൾ കണക്ടറിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യെല്ലോ വരയും നിലവിൽ കമ്പനി വയറിങ് വന്നേക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു 4 വയറുകളില്ലേ, 4 ഒരു ബ്ലൂവിൻ്റെ 3 എണ്ണവും വേറെ ഒരു ചെറിയൊരു കളർ ഷെയ്ഡും കൂടി കാണിക്കുന്ന ആ അത്രയും ലൈനുകളാണ് നിലവിൽ ഇതിൽ കണക്ടർ വരുന്നത്. നമുക്ക് ആ കണക്ടർ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇപ്പം ബാക്കിലേക്ക് ഊരി എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന ആ വയറുകൾ, 4 വയറുകൾ, അതിനകത്ത് റൈറ്റ് സൈഡിൽ കറക്റ്റായിട്ട് അറിയാമല്ലോ നമ്മളിപ്പോൾ പിടിച്ചേക്കുന്ന, നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ആ കാണുന്ന 4 വയറുകളാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്, വിരൽ വെച്ച് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന 2 എണ്ണം മുകളിലും താഴെയുമായിട്ട്, മുകളിൽ വരുന്നത് ഒരു സ്പീക്കറിൻ്റെ കണക്ഷൻ, തൊട്ട് താഴെ വരുന്നത് അടുത്ത സ്പീക്കറിൻ്റെ കണക്ഷൻ. അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ റൈറ്റ് സൈഡിൽ മൈനസും ലെഫ്റ്റ് സൈഡിലായിട്ട് പോസിറ്റീവും. അങ്ങനെയാണ് ടോപ്പ് ആദ്യത്തെ മുകൾ നിരയിൽ കാണുന്നത് അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്, അത് ഒരു സ്പീക്കറിൻ്റെയും, തൊട്ട് താഴെ കാണുന്നത് രണ്ടാമത്തെ സ്പീക്കറിൻ്റെയും. ഈ രീതിയിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ചാനൽ മാറി മാറി നമുക്ക് ഫ്രണ്ട് മാത്രമുള്ള സ്പീക്കറുകൾ വർക്ക് ചെയ്യുന്ന സമയത്തും
ബാക്ക് മാത്രമുള്ള സ്പീക്കറുകൾ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സ്റ്റീരിയോയിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായി തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അതിൻ്റെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ആഡ് ചെയ്യാം.